മിറർ നോക്കി പറയാനുള്ള ടാസ്ക് സൂപ്പറായിട്ട് അഭിഷേകും നോറയും പറഞ്ഞു. അത് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്ക് ഈ പറഞ്ഞ കണക്ക് നോറ അവിടെ ചെയ്തത് ഞാൻ വിചാരിച്ച് കുറേ കൂടെയൊക്കെ ഇമോഷണലായിട്ട് ഇവിടെ വന്നത് അങ്ങനെയാണ്, എന്നെ കുറേ പേര് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ നോറ പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആ ലെവലേ അല്ല. ലെവൽ ഒത്തിരി അപ്ഡേറ്റഡ് ആയി, ഒത്തിരി അപ്ഗ്രേഡ് ആയി നോറ. തുടക്കത്തിൽ നിന്ന് വന്ന ആ ഒരു കരച്ചിലിൽ നിന്നും ഇപ്പോൾ വന്നിട്ട് ഒത്തിരി അപ്ഡേറ്റഡ് ആയി. കുറേയൊക്കെ നാടകം കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഇന്ന് ആ മിററിൽ നോക്കി പറഞ്ഞ കോൺഫിഡൻസിന് ഈ പറയുന്ന നോറയ്ക്കായാലും അഭിഷേക് എനിക്ക് ഫസ്റ്റ് വൈൽഡ് കാർഡ് വിന്നറായേ പറ്റത്തുള്ളൂ, ഞാൻ അതിന് പരമാവധി ശ്രമിക്കും, ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്, എനിക്കതാവണം, ചരിത്രം കുറിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെയും എനിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ജിൻഡോ മാത്രമാണ് എനിക്കിത് വൃത്തിയായിട്ട് അത് യൂസ് ചെയ്തതായിട്ട് തോന്നിയത്. ഇന്നലെ ഞാൻ ജാസ്മിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ജാസ്മിൻ അങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്തു എന്നല്ല, ഇങ്ങനെ ദൈവത്തിനെ വിളിക്കുമ്പോഴത്തേക്ക് അതൊരു രീതിയിൽ പുറത്ത് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ജാസ്മിൻ അങ്ങനെ യൂസ് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ ആ ലെവലിലേ അല്ല ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുകയാണ്. ഞാനത് ജാസ്മിനെ കുറ്റം പറഞ്ഞോ സപ്പോർട്ട് ചെയ്തോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അഭിഷേകും നോറയും കൂടി ഒരൊറ്റ കാര്യം, വോട്ട് വരാനുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടുമില്ല, എന്നാൽ വോട്ട് വരെയും ചെയ്യും, ആ ലെവലിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ വല്ലതും ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയില്ല. രണ്ടുപേരും ജെനുവിനായിട്ട് പറഞ്ഞ പോലെ തോന്നി, നോറയും അഭിഷേകും. പക്ഷേ ഇവർ ഭയങ്കര ഹൈലി കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് അല്ല, ഹൈലി കോൺഫിഡൻസ്, ഭയങ്കര ഒരു ഒഫീഷ്യൽ ടച്ചാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. ഇന്നലെയുള്ള ജാസ്മിൻ, ജിൻഡോ, ഋഷി ഇവരൊക്കെ പലവരും കഴിഞ്ഞു പോയി, 4 പേര് കഴിഞ്ഞു പോയി. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഭയങ്കര ഒരു ഒഫീഷ്യൽ കോൺഫിഡൻസ് എനിക്ക് ഇന്നത്തെ ആ ഒരു കണ്ണാടി ടാസ്കിൽ കാണാൻ പറ്റി. ഈ ടാസ്കൊക്കെ ഒരറ്റത്തോട്ട് ഇരുന്നോട്ടെ, നമ്മുടെ രാവിലെ അഭിഷേകും സിജോയും കൂടി നോറയുടെ ഗെയിം ഇങ്ങനെ വലിച്ച് കീറുന്നുണ്ട്. അത് എപ്പിസോഡിലില്ല. നോറ കളിക്കുന്ന നാടകമാണ്. നോറ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യം ഇപ്പോൾ എനിക്ക് നിന്നോട് പറയണമെങ്കിൽ നമ്മളിങ്ങനെ ആടാ പിന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. പക്ഷെ നോറയാണെങ്കിൽ വാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റൻഷ്യലി ക്യാമറകളെ മനഃപൂർവ്വം തിരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല. ഓക്കെ, പിന്നെ ഇന്ന് നടക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ജിൻഡോ ജാസ്മിൻ. അതിൻ്റെയും കുറേ പാട്ടുകളൊക്കെ കട്ടായി പോയെങ്കിലും ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ അവിടെ ഇമോഷൻ വെച്ചും ജിൻഡോ അവിടെ ഈ പറയുന്ന ജാസ്മിനും ജിൻഡോ അല്ലല്ലോ, ജാസ്മിനും നമ്മുടെ സിജോയും അഭിഷേകും കൂടെ ആയിട്ടുള്ള ഒരു വഴക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് ജാസ്മിൻ ഇമോഷൻ വെച്ചും പറയുന്നു, സിജോയും അഭിഷേകും ഒക്കെ ഗെയിമും വെച്ചും പറയുന്നു. ജാസ്മിൻ അവിടെ അർജുൻ കൂടെ നിൽക്കാത്തതും അഭിഷേക് കൂടെ നിൽക്കാത്തതുമാണ് പ്രശ്നം. എന്നാൽ സിജോയും അഭിഷേകും കൂടെ അതിന് ഗെയിമാണ്, നീയാണ് അതിനെ അങ്ങനെ എടുക്കാത്തത് എന്നുള്ള ലെവലിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ജൂൺ 5-ാം തീയതിയിലത്തെ ഡേ 87 ബിഗ് ബോസ് സീസൺ 6 റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ബിഗ് ബോസ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കണക്ക് രാവിലെ മോർണിംഗ് പാട്ട് എന്തായിരുന്നു? ഉണ്ണിക്കണ്ണ മോർണിംഗ് ടാസ്ക്. നമ്മൾ 1-2 പേരെ സെലക്ട് ചെയ്തിട്ട് അവരെക്കുറിച്ച് 5 വേർഡ്സ് പറയുക. അതായത് ടാലൻറ്റഡ്, ബ്രേവ്, ലവബിൾ, നമുക്ക് എന്താണെന്ന് 5 വേർഡ്സ് അവരെക്കുറിച്ച് പറയുക. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 5 വേർഡ്സ് പറയുക. ഇതായിരുന്നു സൂപ്പറായിട്ട് പോകുന്നു. വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതിനുശേഷമാണ് ഇന്നലത്തെ നമ്മുടെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നു നാട്ടുരാജാവ്. പക്ഷേ ഈ പറയുന്ന പോലെ ജിൻഡോ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് അത് കൈകാര്യം ചെയ്യുന്നു. കസേര കറക്കവും കുപ്പിയിൽ വെള്ളം നിറയ്ക്കലും ലെമൺ വിത്ത് സ്പൂണും ഒക്കെ ഉണ്ടെങ്കിലും, കണ്ണുകെട്ടിക്കളിയും സുന്ദരിക്ക് പൊട്ടുതടലൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി എൻ്റർടൈൻ ആയിട്ട് ഈ പറഞ്ഞ കണക്ക് ഞാനൊരു രാജാവാണ് എന്നുള്ള ഒരു ഫീല് അവിടെ വന്നില്ല. അതായത് നോർമൽ ലെവലിൽ പോയി. അപ്പോൾ ഇന്നലെ മെനിങ്ങാന്നൊക്കെ രാജാവായിട്ടിരുന്നവർ അതിൻ്റെ ഒരു പവർ കാണിച്ചപ്പോൾ ജിൻഡോ പവർ വിത്ത് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി എന്താ പറയുക, ഇന്നത്തെ ലൈവ് അങ്ങനെ ഭയങ്കര പരമ ചെറ്റ ബോറാണെന്ന് ആരും പറഞ്ഞില്ല. ഇന്നലത്തെ അങ്ങനെ പറഞ്ഞു എന്നല്ല, എന്നാൽ ഇന്നലെ ഉറക്കം വരണം ആ മട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ കണക്ക് 2-ാമത്തെ ദിവസം ശരിക്കും നമ്മൾ ഉറങ്ങുമെന്ന് കരുതിയാണ് ആ ലൈവ് കാണാൻ പോയത്. പക്ഷേ ജിൻഡോ കുറച്ചുകൂടി അത് മാനേജ് ചെയ്തു. എനിക്ക് തോന്നുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്കൊരു പിടിക്കില്ല, പക്ഷേ മാനേജ് ചെയ്തു. കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇതായിട്ട് തോന്നിയെങ്കിൽ ടാസ്ക് ജയിക്കുന്ന ആൾക്ക് ഞാനിത് തരാം, ആ ലെവലിൽ കൊണ്ടുവന്നാണ് ജാസ്മിൻ ഈ സാധനം കൊടുത്ത്. ജാസ്മിൻ അവിടെ ഓർഡർ ഇടുന്നത് ആരും കേൾക്കാതെയായി. ദണ്ട് സിജോ പിടിച്ച് പറിച്ച് അതിൻ്റെ പേരിലുള്ള സകലമായ ഇഷ്യൂ ആണ് അവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറയുന്നത് അഭിഷേകിനെയും അർജുനെയും ഞാൻ വിശ്വസിച്ചു, അവരെൻ്റെ കൂടെ നിന്നില്ല.
അഭിഷേകും സിജോയും നമുക്ക് ഗെയിം കളിക്കണ്ടേ, ഗെയിം കളിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ലെവലാണ്. പക്ഷെ അഭിഷേകും സിജോയും എന്താണ്, ഇവരിപ്പോൾ ഒരുമിച്ച് നിന്നൊരു പ്ലേ ആണ്. പ്ലേ എന്നല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ ഒപ്പീനിയനാണ്. ഇപ്പം സായി ഇറങ്ങിയതിന് ശേഷം സായിയുടെ ഫ്രണ്ടായിരുന്നു സിജോയും, സായിയുടെ ഫ്രണ്ടായിരുന്നു അഭിഷേകും സിജോയും കൂടെ അത്ര വലിയ കൂട്ടൊന്നും ആയിരുന്നില്ല. അവർ മിണ്ടും പറയും അത്ര തന്നെ. പക്ഷേ ഇപ്പം സായിൻ്റെ നടുക്കുള്ള ഫാക്ടർ സായി അങ്ങ് ഇറങ്ങിയപ്പം അഭിഷേകും സിജോയും കൂടി നിന്നുകൊണ്ട് ഇപ്പം നല്ല ഒരു കട്ട ബോണ്ട് പോകുന്നുണ്ട്. ഇവർ ഈ ബോണ്ട് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാനാണ്. പക്ഷേ സൂപ്പറായിട്ട് കളിക്കാം. പക്ഷെ അത് ഇനി കളിച്ചിട്ട് കാര്യമില്ല, ഇത് മുമ്പേ അവർ കളിക്കണമായിരുന്നു. സായി, ഞാൻ പറഞ്ഞില്ലേ, സായി സിജോ ഇവർക്ക് ഒരുമിച്ച് കളിക്കായിരുന്നു. പക്ഷേ ഈ നന്ദന ലൂപ്പിൽ പെട്ടുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയിലോട്ട് പോയി. പക്ഷേ ഇവർ വയലൻസിലോട്ടല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അഭിഷേകും സിജോയും പറയുന്നുണ്ട്. ജാസ്മിൻ ഇതൊന്നും കേട്ട് വയ്യാതെ ജാസ്മിൻ അവിടെ തളർന്ന് വാരി അവിടെ കരഞ്ഞ് ഏങ്ങലടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. പിന്നീട് ഈ പറഞ്ഞ കണക്ക് ടാസ്ക് അങ്ങുമില്ല ഇങ്ങുമില്ല, അതായത് ടാസ്ക് ഒക്കെ നിർത്തിയതിന് ശേഷമാണ് നമ്മുടെ കണ്ണാടിയിൽ നോക്കി പറയേണ്ട സാധനം വരുന്നത്. നോറയും സൂപ്പറായിട്ട് പറയുന്നു, അഭിഷേകും സൂപ്പറായിട്ട് പറയുന്നു. നോറ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്നെ പണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു, ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ഇനി മുന്നോട്ട് ഒരുപാട് പറഞ്ഞു ഓവറൊന്നും ആക്കുന്നില്ല, ഒരു മയത്തിന് പറഞ്ഞങ്ങ് വിടുവാണ്. സൂപ്പറായിരുന്നു, ഒന്നും കൂടുതലെന്ന് പറയാനില്ല, സൂപ്പറായിരുന്നു, ഒരു നോർമൽ ലെവലിൽ പോയി. എന്നാൽ അഭിഷേകിൻ്റെ കേസ് പറയുമ്പം കുറച്ചും കൂടി കോൺഫിഡൻസിൽ അഭിഷേക് പറഞ്ഞു, ഒരു ഒഫീഷ്യൽ കോൺഫിഡൻസിൽ ഞാനിവിടെ വരെ എത്തി, നീ ഇവിടെ എത്തൂല എന്ന് പലരും പറഞ്ഞാൽ നീ ഈ വീട്ടിലുള്ളവരെ പിടിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഇന്നലെയും എനിക്കതൊക്കെ ഇവിടെ വന്നവർ ഇവിടെ ഉള്ളവർ എന്നെ അങ്ങനെ ആക്കി, ഞാൻ വന്ന് എന്നെ അകറ്റുന്നവരുണ്ട്, എനിക്കിവിടെ ആരുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും, ഒരാളെ എന്നല്ല പലരും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഈ വീടിനെ കുറിച്ച് അഭിഷേക് ഒരു വേർഡ് എന്ന് പറഞ്ഞില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇവിടെ വന്നിട്ട് എന്നെ അവർ തളർത്താൻ നോക്കി, ഞാൻ കരഞ്ഞു, ഞാൻ പിടിച്ചു, ഞാൻ ചിരിച്ചു, അങ്ങനെ ഒന്നും പറയാനില്ല. ഡയറക്റ്റായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് എന്തെല്ലാം സ്ട്രഗിൾസ് എനിക്കുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ സ്ട്രഗിൾ ചെയ്തു, എനിക്ക് വൈൽഡ് കാർഡ് വിന്നർ ആവണം, ഇവിടെയുള്ള വൈൽഡ് കാർഡ്സ് ഒക്കെ പോയി ആ ലെവലിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇത് കാണുന്ന ഒരു വ്യൂവേഴ്സിലേക്ക് ഈ പയ്യൻ കൊള്ളാം കേട്ടാ, കുറച്ചൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. സാധാരണ ഒരു രാജാക്കന്മാരുടെ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു ലെവലാണ്. പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, നമ്മുടെ ഞാൻ ജിൻഡോയെ പൊക്കി പറയുന്നതല്ല, ജിൻഡോയുടെ മുടിയൊക്കെ ഒത്തിരി പോയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം ജിൻഡോ ആദ്യം വന്നപ്പോൾ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒത്തിരി തലയിൽ, ഇപ്പം മുടിയൊന്നും അവിടെ എവിടെയൊന്നും മുടിയൊന്നും കാണുന്നില്ല. മുടി പോയോ എന്തോ, കാരണം എനിക്ക് ഭയങ്കര ഒരു മാറ്റം ജിൻഡോയുടെ അന്നത്തെ കോലവും ഇന്നത്തെ കോലവും കൂടെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അന്ന് ഭയങ്കര അടിപൊളി സെറ്റായിട്ടിരുന്നേ വന്ന ആദ്യത്തെ ഒരു 50 ദിവസം. പിന്നീട് ഇപ്പം എന്തോ എനിക്കൊരുമാതിരി ശോഷിച്ച ഒരു അവസ്ഥ തോന്നുവാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. എനിക്കൊരുമാതിരി ശോഷിച്ച് വയ്യാതെ കിടക്കുന്ന ആളുകൾ കണക്കൊരു ശോഷിച്ച അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല, അതിനി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഇനി ഫുഡ് കഴിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്നാണ്. പക്ഷെ ഒരുമാതിരി ഒരു കോലം കെട്ടെന്നൊക്കെ പറയത്തില്ലേ, ഉണങ്ങുക എന്നുള്ളതല്ല, എന്താ മുഖമൊക്കെ ഒരുമാതിരി ഷേപ്പെല്ലാം മാറി, മുടിയൊക്കെ ഒരുമാതിരിയായി, തലയൊക്കെ ഇപ്പം മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിട്ടാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ലൈവ് എനിക്ക് പറയാനുള്ള സംഭവം. അപ്പോൾ ഇനി അടുത്ത രാത്രി പ്രൊമോ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. നാളെ രാവിലത്തെ ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പം നാളെ ഉർവശി കയറും മൂവിയുടെ പ്രൊമോഷന്. പിന്നീട് ഈ പറയുന്ന ആൾമാറാട്ടം ടാസ്ക് ആയിരിക്കും, നോക്കാം നമുക്ക്. സൂപ്പറായിരിക്കും, എൻ്റർടൈൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.